നല്ല നാടൻ സ്റ്റൈലിൽ ഒരു മുളക് കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു കറി തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. നാടൻ സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കുക. നാടൻ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ മൺചട്ടിയിലാണല്ലോ സാധാരണ. ഇപ്പം നമ്മൾ മൺചട്ടിയിലല്ല, ഇരുമ്പ് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം ഉലുവയും കടുകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ 2-3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ജസ്റ്റ് ഒരു നേരിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അതിന് മുന്നേ തന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടെ ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള, ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് വാളംപുളിയുടെ വെള്ളമാണ് കേട്ടോ. നിങ്ങൾ കുടംപുളിയാണ് യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യുക. അതല്ല മാങ്ങയൊക്കെ കയ്യിലിരിപ്പുണ്ടെങ്കിൽ മാങ്ങ, ഒരു ചെറിയ കഷ്ണം മാങ്ങ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്ക് മിക്സായി വന്നതിന് ശേഷം മാത്രമാണ് ഈ പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. കുടംപുളി ആണെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പുളിക്ക് ആവശ്യമായത് മാത്രം ഒഴിച്ചു കൊടുക്കാം, ബാക്കി നമുക്ക് മാറ്റി വെക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ അയക്കൂറയുടെ ചെറിയതുണ്ടല്ലോ, അത് സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഈ നാടൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ചാറൊക്കെ തിളച്ചൊന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുറുകി വറ്റിച്ചെടുക്കുക കേട്ടോ. ഇതിന് മുകളിലായിട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടെ തൂക്കി കൊടുക്കുക. ആവശ്യത്തിന് കൂടുതലും കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ കറിയാണ്. ഓൾറെഡി നമ്മുടെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ലാസ്റ്റ് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കേണ്ട ആവശ്യമൊന്നും പെട്ടെന്ന് അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ലഞ്ചിൻ്റെ കൂടെയായാലും ദോശയുടെ കൂടെയായാലും എന്തിൻ്റെ കൂടെയായാലും നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.